ഹായ് മക്കളെ, നമ്മുടെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് കിടക്കുന്നു. ആദ്യത്തെ പാർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മളിപ്പോൾ സെക്കൻഡ് പാർട്ടിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. ടോട്ടൽ 15 ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒട്ടും ലേറ്റ് ആക്കാതെ സെക്കൻഡ് പാർട്ടിലോട്ട് കിടക്കാം. അതിന് മുൻപായിട്ട് ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഉറപ്പായും ഫസ്റ്റ് പാർട്ട് കാണുക. ഏറ്റവും ഡിഫിക്കൽട്ടായ കുറേ ചോദ്യങ്ങൾ ആ ഫസ്റ്റ് പാർട്ടിനകത്ത് നിങ്ങളെ കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ 60 ബൂസ്റ്റർ ഡോസും നിങ്ങൾ ആരും മറന്നു പോരുത്. 17-ാം തീയതി രാത്രി കൃത്യം 7 മണിക്കാണ് നമ്മുടെ സ്വന്തം സൂപ്പർ 60 ഉള്ളത്. എണ്ണം പറഞ്ഞ 60 ചോദ്യങ്ങളാണ് സൂപ്പർ 60-കകത്ത് ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത ദിവസം രാവിലെ കൃത്യം 6 മണിക്ക് നമ്മുടെ സ്വന്തം ബൂസ്റ്റർ ഡോസ് കൂടി ഉണ്ടായിരിക്കും. എല്ലാത്തിലും ഞാൻ ഗസീൽ സാറും ആയിരിക്കും. സോ നിങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് ലൈവിൽ ഉണ്ടാവണം. അടിപൊളിയായിട്ട് പഠിക്കാം, തകർക്കാം നമുക്ക്. സോ ലേറ്റ് ആക്കാതെ നമുക്ക് ബാക്കിയുള്ള റിമൈനിങ് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ആദ്യം ക്രാക്ക് ചെയ്യാൻ പോകുന്ന വർക്ക് എനർജി ആൻഡ് പവർ ഓറിയന്റഡ് ആയ ഒരു ജിഞ്ചിൻ ജാക്കിടി ചോദ്യമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ എന്തൊക്കെ നൽകിയിട്ടുണ്ട്? ഫോഴ്സ് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ചോദ്യത്തിനകത്ത് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ. ആദ്യം കണ്ടുപിടിക്കേണ്ടത് വർക്കാണ്. സിമ്പിൾ ആണ് മക്കളെ. വർക്ക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? W = F.S ആണ് അതിന്റെ ഇക്വേഷൻ. ശരിയല്ലേ? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വർക്ക് കിട്ടും. സോ W = ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഇതെല്ലാം വെക്റ്റർ ആണ്. സോ K ക്യാപ്പ് ഒക്കെ ഇടണം. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ വെക്റ്റർ ആണ്. ക്യാപ്പ് ഇടാൻ മറക്കരുത് യൂണിറ്റ് വെക്ടേഴ്സിന്. സോ 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് മൈനസ് 5k ക്യാപ്പ് ഡോട്ട് 5i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇങ്ങനെ ഒന്ന് ഇട്ട് വയ്ക്കുക, വലിയ പ്രശ്നമൊന്നുമില്ല. സോ W = എന്റെ മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ, മുഴുവൻ മക്കളും ശ്രദ്ധിച്ചേ, 3 × 5 ആദ്യം കോഎഫിഷ്യൻസ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3 × 5 പ്ലസ് 4 × 4 പ്ലസ് മൈനസ് 5 × 3. സെറ്റ് അല്ലേ? എല്ലാം നമുക്ക് അടിപൊളിയായി തന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു ഡൗട്ടും ഇല്ലാലോ എന്റെ മക്കളെ. ഒന്ന് ശ്രദ്ധിക്കടാ. സോ W = നമുക്ക് എന്ത് കിട്ടും? W = 3 × 5 എത്രയാണ്? 15. സോ 15 പ്ലസ് 4 × 4 16 മൈനസ് ആണ് വരിക, കാരണം -5 × 3 എത്രയാണ്? -15. സോ -15. സോ നമുക്ക് ഒന്ന് ക്യാൻസൽ ചെയ്താലോടാ. -15ഉം +15ഉം ക്യാൻസൽ ചെയ്തു. സോ W = എത്രയാണ്? 16 ആണ്. സോ വർക്ക് വിൽ ബി ഈക്വൽ ടു 16 ജൂൾ. വർക്ക് എത്രയാണ് മക്കളെ കിട്ടുക? 16 ജൂൾ ആണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? സോ ആദ്യത്തെ എ പാർട്ട് ക്വസ്റ്റ്യൻ ഗംഭീരമായിട്ട് മനസ്സിലായില്ലേ? ഇതാണ് എ പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. വെക്ടേഴ്സിനിടയിലുള്ള ആംഗിൾ ആണ് അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. സോ ബി ക്വസ്റ്റ്യൻ ആംഗിൾ കണ്ടുപിടിക്കാം. നിസ്സാരമാണ്. നമുക്ക് അറിയുന്ന ഫോർമുല എന്താണ്? W = Fs cos θ. ഇതാണ് അറിയുന്ന ഫോർമുല. ഞാൻ അതിനെ ഒന്നുകൂടി സ്റ്റാൻഡേർഡ് ആക്കുന്നുണ്ട്. W = F എന്ന് പറഞ്ഞാൽ ആക്ച്വലി മാഗ്നിറ്റ്യൂഡ് ഓഫ് F ആണ്. S എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് S ആണ് ഇൻറ്റു cos θ എന്ന് എഴുതാം. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? സംശയമില്ലാലോ? എങ്കിൽ നോക്കടാ. therefore cos θ = എങ്ങനെ എഴുതാം? W / magnitude of F into magnitude of S എന്ന് എഴുതാലോ. ഒരു സംശയമില്ല. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? നമ്മൾ ഈ കാര്യമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതിനു വേണ്ടി നമുക്ക് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാലോ? രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യം മാഗ്നിറ്റ്യൂഡ് ഓഫ് F. ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് √. ഫോഴ്സ് വെക്ടർ എടുത്തേടാ. ഫോഴ്സ് വെക്ടർ ശ്രദ്ധിച്ചേടാ. 3 4 -5. സോ ആ കോഎഫിഷ്യൻസ് ഒക്കെ സ്ക്വയർ ചെയ്യുക. സോ √3² + 4² + -5². അതാണ് ചെയ്യാൻ പോകുന്നത്. സോ √3² + 4² + -5² ഈക്വൽ എത്ര വരടാ? √9 + 16 + 25 എന്ന് വരും. ഈക്വൽ ടു √9 + 16 25 ആണ്. 25 + 25 50 ആണ്. സോ √50 ആണ്. സോ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ √50 ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. നിസാരമാണ് മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചാടാ. ഡിസ്പ്ലേസ്മെന്റ് 5ഉം 4ഉം 3ഉം ആണ്. സോ നോക്കാം. സോ √5² + 4² + 3² ആണ്. ഈക്വൽ ടു √25 + 16 + 9. ഇതും എത്ര വരും? √50. സോ ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എത്രയാണ് മക്കളെ? √50 ആണ്. എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ cos θ കണ്ടുപിടിക്കാം. cos θ = വർക്ക് ഡിവൈഡഡ് ബൈ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ്. വർക്ക് എത്രയാ? 16 ആണ്. സോ 16 ഡിവൈഡഡ് ബൈ √50 ഇൻറ്റു √50 എന്ന് വരും. സോ cos θ = 16/50 എന്ന് വരും. വേണമെങ്കിൽ θ എന്ത് ചെയ്യാം? cos ഇൻവേഴ്സ് ഓഫ് 16/50. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡിഗ്രിയിൽ കിട്ടും. cos ഇൻവേഴ്സ് ഓഫ് 16/50 ഡിഗ്രിയിൽ കിട്ടും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇതാണ് ബി ക്വസ്റ്റ്യന്റെ ഉത്തരം. സി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ സി ക്വസ്റ്റ്യൻ? പ്രൊജക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ ഡിസ്പ്ലേസ്മെന്റ് F on D.
ഇതെല്ലാം വെക്ടേഴ്സ് ആണ്. സോ ഫോഴ്സ് വെക്ടർ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിലുള്ള പ്രൊജക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നിസ്സാരമായി കണ്ടുപിടിക്കാം. അതിന് മുമ്പ് ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇതാണ് ഫോഴ്സ് വെക്ടർ എന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണെന്ന് വിചാരിക്കുക. ഫൈൻ, എല്ലാവരും ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കണം. സോ ഇതാണ് ഫോഴ്സ് വെക്ടർ, ഇത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണെന്ന് വിചാരിക്കുക. സോ ഈ ഒരു ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക, ഈ ഒരു ആംഗിൾ എന്താണ്, തീറ്റയാണെന്ന് വിചാരിക്കുക. ഈ ഫോഴ്സ് വെക്ടർ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിലുള്ള പ്രൊജക്ഷൻ എന്തായിരിക്കും, അത് എഫ് കോസ് തീറ്റ അല്ലേ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് എഫ് കോസ് തീറ്റ അല്ലേ. സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എഫ് കോസ് തീറ്റ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് കോസ് തീറ്റയാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് എഫ് കോസ് തീറ്റ. എഫിന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, √50 ആണ്. കോസ് തീറ്റ നോക്കിക്കേടാ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 16/50 അല്ലേ. സോ 16/50 ആണ്. ഒന്ന് ശ്രദ്ധിക്കുക, ഈ പറയുന്ന ഡിനോമിനേറ്ററിലുള്ള 50നെ മാറ്റാൻ പോവാണ്. സോ √50 × 16 ഈ 50ന് പകരം √50 × √50 കൊടുക്കാലോ. സോ √50 × √50 എന്ന് കൊടുത്തു. സോ ഈക്വൽ ടു ഈ √50 ഈ √50 ക്യാൻസൽ ചെയ്തു. സോ ആൻസർ എത്ര കിട്ടും, 16/√50 കിട്ടും. ഇതാണ് നമ്മുടെ പ്രൊജക്ഷൻ എന്ന് പറയുക കേട്ടോ. പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ഡി എന്താണ്, 16/√50 ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചു, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റിനോട്ട് കടന്നാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ വർക്ക് എനർജി ആൻഡ് പവർ ഓറിയന്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചോദിക്കുന്ന മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണം, എന്താ പറയുന്നത്, ഒരു കാറുമുണ്ട് ഒരു ട്രക്കുമുണ്ട്, രണ്ടിനും സെയിം കൈനറ്റിക് എനർജിയാണ്, രണ്ടും ഒരു പാരലൽ റോഡിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ആർക്കാണ് കൂടുതൽ മൊമെന്റം ഉണ്ടാവുക? സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ബി ക്വസ്റ്റ്യൻ ആണ് കുറച്ചുകൂടി ഒന്ന് ആലോചിക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞാൽ. എ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ആർക്കാണ് കൂടുതൽ മൊമെന്റം എന്നല്ലേ ചോദ്യം. നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ½ mv² ആണ്, ശരിയല്ലേ. സോ മുകളിലും താഴെയും ഞാൻ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. സോ കൈനറ്റിക് എനർജി ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, ½ mv² / 2m എന്ന് കിട്ടും. കാരണം താഴെയും മാസ് കൊണ്ട് മൾട്ടിപ്ലൈ, സോ 2m എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു m² v² എന്ന് പറഞ്ഞാൽ p² ആണ്, p² / 2m എന്ന് കിട്ടും. മുകളിലും താഴെയും ഞാൻ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ p² / 2m എന്ന് എനിക്ക് കിട്ടും. Therefore ശ്രദ്ധിക്കടാ, p² ഈക്വൽ ടു 2m കൈനറ്റിക് എനർജി. അപ്പൊ p ഈക്വൽ ടു എന്ത് കിട്ടും, √2m കൈനറ്റിക് എനർജി എന്ന് കിട്ടും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ. ഇവിടെ രണ്ട് ബോഡീസിനും സെയിം കൈനറ്റിക് എനർജി ആണെന്ന് പറഞ്ഞു. 2 ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്ത് പറയാൻ സാധിക്കും, മൊമെന്റം ഈസ് പ്രൊപ്പോർഷണൽ ടു √m എന്ന് പറയാൻ സാധിക്കും. ആർക്കാണോ മാസ് കൂടുതൽ അവനായിരിക്കും മൊമെന്റം കൂടുതൽ. ആർക്കാണോ മാസ് കൂടുതൽ അവനായിരിക്കും മൊമെന്റം കൂടുതൽ. ഇവിടെ ആർക്കാണ് മക്കളെ മാസ് കൂടുതൽ? നോക്കടാ, ഇവിടെ എന്തൊക്കെയാ ഉള്ളത്, ഒരു ട്രക്കും ഒരു കാറും അല്ലേ. ഉറപ്പായും ട്രക്കിനായിരിക്കും മാസ് കൂടുതൽ. സോ ട്രക്കിനായിരിക്കും മൊമെന്റം കൂടുതൽ. സോ മൊമെന്റം ആർക്കാ കൂടുതൽ, ട്രക്കിനായിരിക്കും കൂടുതൽ, കാരണം അവന് മാസ് കൂടുതലായിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ. ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ആണ് കുറച്ചുകൂടി നിങ്ങൾ ആലോചിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത്. പക്ഷെ അതും നിസാരമായി തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് അടിക്കാം. ഇഫ് ദ മാസ് ഓഫ് ദ ട്രക്ക് ഈസ് 100 times ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ദ കാർ. എന്താ പറയുന്നത്, മാസ് ഓഫ് ദ ട്രക്ക് എന്ന് പറഞ്ഞാൽ 100 times മാസ് ഓഫ് ദ കാർ ആണെന്നാണ് പറയുന്നത്. മാസ് ഓഫ് ദ ട്രക്ക് എന്ന് പറഞ്ഞാൽ 100 times മാസ് ഓഫ് ദ കാർ ആണ് എന്നതാണ് പറയുന്നത്. എങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ട്രക്ക് വിത്ത് റെസ്പെക്ട് ടു ദ കാർ. അതായത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ട്രക്ക് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് കാർ എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കണ്ടുപിടിക്കാം, വായോ മക്കളെ, നമുക്ക് കണ്ടുപിടിക്കാം. സിമ്പിൾ ആണ്. സോ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. കാരണം ഇവിടെ കൈനറ്റിക് എനർജി എന്താണ്, സെയിം ആണെന്നാ പറഞ്ഞത്. രണ്ട് ബോഡീസിനും ഈക്വൽ കൈനറ്റിക് എനർജി ആണെന്നാ പറഞ്ഞത്. സോ കൈനറ്റിക് എനർജി ഓഫ് ദ ട്രക്ക് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ദ കാർ. കൈനറ്റിക് എനർജി എന്താണ്, ½ mv² ആണ്. സോ mT/vt² ഈക്വൽ ടു ½ mc/vc². സംശയമില്ലല്ലോ. ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം, രണ്ട് സൈഡും ഹാഫ് ഉണ്ട്, ഞാൻ ക്യാൻസൽ ചെയ്തു. എങ്കിൽ നോക്കടാ, vt² ഡിവൈഡഡ് ബൈ vc² ഈക്വൽ ടു എന്ത് വരും, mt ഡിവൈഡഡ് ബൈ mc എന്ന് വരും. vt² ഡിവൈഡ് ബൈ vc² ഈക്വൽ ടു mc/mt ആണ്. ഞാൻ തിരിഞ്ഞു വരും, നോക്കണം. ഈ vc താഴോട്ട് വരും. സോ vt² ബൈ vc² ഈക്വൽ ടു mcയുടെ താഴെയാണ് ആര് വരിക, mt എന്ന് വരിക. സോ ഈക്വൽ ടു mc/mt എന്ന് വരും. സംശയമില്ലാലോ, ആർക്കും സംശയമില്ലാലോ. നമുക്ക് നോക്കാം, വാടാ മക്കളെ. സോ vt² ഡിവൈഡഡ് ബൈ vc² ഈക്വൽ ടു mc ഡിവൈഡഡ് ബൈ mt. എന്താ mt എന്ന് പറഞ്ഞാൽ 100 times ഓഫ് mc അല്ലേ. ഞാനത് റീപ്ലേസ് ചെയ്യട്ടെ. ട്രക്കിന്റെ മാസ് എന്ന് പറഞ്ഞാൽ കാറിന്റെ മാസിന്റെ 100 മടങ്ങാണ്. ഞാൻ റീപ്ലേസ് ചെയ്തു. സോ mcയും ക്യാൻസൽ ചെയ്തു പോയി.
സോ VT² ഡിവൈഡഡ് ബൈ VC² ഈക്വൽ ടു 1/100 എന്ന് വന്നു. അപ്പൊ VT/VC ഈക്വൽ ടു റൂട്ട് എടുത്താൽ എത്ര വരും? 1/10 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1:10. സോ ഉത്തരം എത്രയാണ്? 1:10 ആയിരിക്കും ഉത്തരം എന്ന് പറയുക. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചോ. നമ്മുടെ ചോദ്യ പേപ്പർ ബുദ്ധിമുട്ടാണെങ്കിലാണ് ഇത്തരം ചോദ്യങ്ങൾ കാണുക. സിമ്പിൾ ആയ ഒരു എക്സാം ആണെങ്കിൽ ഒരിക്കലും ഇത്തരം ക്വസ്റ്റ്യൻസ് കാണില്ല. വളരെ സിമിലർ ആയി എപ്പോഴും ചോദിക്കുന്ന കൈൻഡ് ഓഫ് ഡെറിവേഷൻസും ന്യൂമറിക്കൽസും മാത്രമേ ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അടുത്തത് വർക്ക് എനർജി ഓറിയന്റഡ് ആയ മറ്റൊരു ചോദ്യമാണ്. ശ്രദ്ധിക്കുക, ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു വുമൺ പുഷസ് എ ട്രങ്ക്. ഒരു സാധനം ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ ഒരു സാധനം തള്ളുകയാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിംഗ് മാളിലും തള്ളുന്ന സാധനമില്ലേ, ആ സാധനമാണെന്ന് വിചാരിക്കുക. വിച്ച് ഹാസ് എ റഫ് സർഫേസിലൂടെയാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഷീ അപ്ലൈഡ് എ ഫോഴ്സ് ഓഫ് 100 ന്യൂട്ടൺ ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് 10 മീറ്റർ. 100 ന്യൂട്ടൺ ഫോഴ്സ് 10 മീറ്റർ ദൂരത്തോട്ട് കൊടുത്തു. അതിനുശേഷം thereafter she get progressively tired. അതിനുശേഷം എന്താണ്? ടയേർഡായി. അയ്യോ, ടയേർഡായി. ആൻഡ് her applied force reduces ലീനിയർലി വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് 50 ന്യൂട്ടൺ. പിന്നീട് അങ്ങോട്ട് എന്താണ്? 100 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് കുറഞ്ഞ് എത്രയായി മാറി? 50 ന്യൂട്ടൺ ഫോഴ്സ് ആയിട്ട് മാറി. ദ ടോട്ടൽ ഡിസ്റ്റൻസ് ദോ വിച്ച് ദ ട്രങ്ക് ഹാസ് ബീൻ മൂവ്ഡ് ഈസ് 20 മീറ്റർ. ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ആദ്യം ഇനീഷ്യലി ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ആ സ്ത്രീ കൊടുത്തത്. എത്ര ദൂരത്തോട്ടാണ്? 10 മീറ്റർ ദൂരത്തോട്ടാണ് കൊടുത്തത്. ദെൻ അതിനുശേഷം ആള് ടയേർഡായിട്ട് ആ ഫോഴ്സ് 100-ൽ നിന്ന് കുറഞ്ഞ് എത്രയായിട്ട് മാറി? 50 ന്യൂട്ടൺ വരെ എത്തി. ടോട്ടലി ആ പറയുന്ന സ്ത്രീ കവർ ചെയ്ത ദൂരം എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ആണ്. സോ ആദ്യത്തെ 10 മീറ്റർ 100 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. പിന്നീടുള്ള 10 മീറ്റർ 100-ൽ നിന്ന് കുറഞ്ഞ് എത്രയായിട്ട് മാറി? 50 ആയിട്ട് മാറി. ഫൈൻ, ഓക്കെ. അടുത്തത് അവിടെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ്? 50 ന്യൂട്ടൺ ആണ് അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്. 20 മീറ്ററിലും ഉള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് 50 ന്യൂട്ടൺ ആണ്. അത് കോൺസ്റ്റന്റ് ആണ്, ഫ്രിക്ഷണൽ ഫോഴ്സിൽ മാറ്റമില്ല. സോ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ 2 ഫോഴ്സസ് ഓവർ 20 മീറ്റർ. അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്കും അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്കും കണ്ടുപിടിക്കണം. സിമ്പിൾ ആയ ഒരു ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഗ്രാഫ് ഇങ്ങനെയായിരിക്കും, ശ്രദ്ധിക്കണം. എക്സ് ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റ്, വൈ ആക്സിസിൽ ഫോഴ്സ്. സോ ആദ്യത്തെ 10 മീറ്റർ അപ്ലൈഡ് ഫോഴ്സ് എത്രയായിരുന്നു? 100 ന്യൂട്ടൺ ആണ്. നോക്കണം, 100 ന്യൂട്ടൺ ആയത് ആദ്യത്തെ 10 മീറ്റർ അപ്ലൈഡ് ഫോഴ്സ്. ദെൻ അപ്ലൈഡ് ഫോഴ്സ് കുറഞ്ഞ് എത്രയായി? 50 ന്യൂട്ടൺ ആയിട്ട് മാറി. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 20 മീറ്റർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? നോക്കണം, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ വൈ ആക്സിസിനകത്ത് ഫോഴ്സ് ആണ്. സോ ആദ്യത്തെ 10 മീറ്ററിൽ ഫോഴ്സ് എത്രയായിരുന്നു? 100 ന്യൂട്ടൺ ആണ്. അത് ക്ലിയർ ആണ്. പിന്നീട് അങ്ങോട്ടുള്ള 10 മീറ്ററിൽ ഫോഴ്സ് കുറഞ്ഞ് എത്രയായിട്ട് മാറി? 50 ന്യൂട്ടണിലോട്ട് മാറി. സോ അതുകൊണ്ടാണ് അപ്പർ ഗ്രാഫ് ക്ലിയർ അല്ലേ? ഇനി താഴോട്ട് വന്നാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ്? മൈനസ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ഓപ്പോസിറ്റ് അല്ലേ? സോ മൈനസ് ആണ്. സോ -50 ന്യൂട്ടൺ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ഉണ്ടാകും. ക്രിസ്റ്റൽ ക്ലിയർ, ഫൈൻ. ഇനി അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാം. സോ അത് സിംപ്ലി ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് കിട്ടും. സോ ഫസ്റ്റ് പോർഷന്റെ ഏരിയ പ്ലസ് സെക്കൻഡ് പോർഷന്റെ ഏരിയ. സോ ആദ്യത്തെ പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സോ W1 ഈക്വൽ എന്താണ്? ഇത് റെക്ടാംഗിൾ അല്ലേ? സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. ലെങ്ത് എത്രയാണ്? 10. ബ്രെഡ്ത്ത് നമുക്ക് 100 ആയിട്ട് എടുക്കാം. ഈക്വൽ എത്ര കിട്ടി? 1000 ജൂൾ എന്ന് കിട്ടി. സോ ഫസ്റ്റ് പോർഷന്റെ വർക്ക് 100 ജൂൾ. സെക്കൻഡ് പോർഷൻ എന്താണ്? അതൊരു ട്രപ്പീസിയമായിട്ട് എടുക്കാം. സോ ½ ഇൻറ്റു A പ്ലസ് B ഇൻറ്റു H ആണ് ട്രപ്പീസിയത്തിന്റെ വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ. സോ ½ ഇൻറ്റു A എത്രയാണ് നോക്കണം. നമുക്ക് A ഈ പോർഷൻ എടുക്കാവേ. ഇതാണ് A, ഇത് B ആയിട്ട് എടുക്കാം അല്ലെ? സോ A ഈസ് ടേക്കൺ ആസ് 100. A ഈസ് ടേക്കൺ ആസ് 100 ആയിട്ട് നമുക്ക് എടുക്കാം. A നമുക്ക് 100 ആയിട്ട് എടുക്കാം. സോ 100 പ്ലസ് B എത്രയാടാ? B നമുക്ക് 50 ആയിട്ട് എടുക്കാം. 50 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഈ ദൂരം എത്രയാണ്? 10 ആയിട്ട് എടുക്കാം. 10 ഈക്വൽ ടു ½ ഇൻറ്റു 150 ഇൻറ്റു 10. സോ ½ ഇൻറ്റു 1500. ½ ഇൻറ്റു 1500 എത്രയാണ്? 750. സോ സെക്കൻഡ് പോർഷന്റെ വർക്ക് എത്രയാണ്? 750 ജൂൾ ആണ്. എങ്കിൽ ടോട്ടൽ വർക്ക് എന്തായിരിക്കും? അപ്ലൈഡ് ഫോഴ്സ് മൂലമുള്ള ടോട്ടൽ വർക്ക് W1 പ്ലസ് W2 ആയിരിക്കും. ഈക്വൽ ടു 1000 പ്ലസ് 750 ആയിരിക്കും. ഈക്വൽ ടു 1750 ജൂൾ. ഇതാണ് അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന ടോട്ടൽ വർക്ക്. 2 റീജിയന്റെ ഏരിയ കൂടി ആഡ് ചെയ്തു. അപ്പൊ 1750 ആണ് അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വർക്ക് കണ്ടുപിടിക്കാം. സിമ്പിൾ ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയായിരിക്കും? ഈ താഴെയുള്ള പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ, വേറെ ഒന്നുമില്ല, താഴെയുള്ള പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ -50 ഇൻറ്റു 20 അത്രേ ഉള്ളൂ. -50 ഇൻറ്റു 20 ഈക്വൽ എത്ര വരടാ? -1000 ജൂൾ. -1000 ജൂൾ എന്ന് കിട്ടും. ഇതാണ് ഉത്തരം എന്ന് പറയുക. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ, പഠിച്ചു വെച്ചോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. വെരി ഇമ്പോർട്ടന്റ്.
നമുക്ക് കൊളിഷൻ ഓറിയന്റഡ് ആയ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച വളരെ ബുദ്ധിമുട്ടിക്കുന്ന പലരും അറിയാത്തൊരു ചോദ്യം കൂടി ഒന്ന് ക്രാക്ക് ചെയ്താലോ. കൊളിഷൻ ഓറിയന്റഡ് ആയ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എപ്പോഴും ഒന്നും പരീക്ഷയിൽ ആ ചോദ്യം ചോദിക്കില്ല, ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം കാണപ്പെടുന്ന ചോദ്യമാണ്. ഈ ലാസ്റ്റ് എക്സാം പേപ്പർ കണ്ടത് ഇതിൽ ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞ ദുരന്തം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാലോ ദൈവമേ എന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കരുത്. വീണ്ടും ആവർത്തിക്കുന്നു, ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ കാണത്തുള്ളൂ. ആവശ്യമുള്ളവർ കണ്ടാൽ മതി. സാർ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നാണെങ്കിൽ യു ക്യാൻ ലീവ്, നോ പ്രോബ്ലം, നോ ഇഷ്യൂ. നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടണം, എനിക്ക് A+ നേടണം, ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ഈസി ആണ് എന്ന് പറഞ്ഞു എക്സാം ഹാളിൽ നിന്ന് പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ഡിറൈവ്ഡ് എക്സ്പ്രഷൻ ഫോർ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഓൺ എ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷന്റെ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്യുക. സോ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷന്റെ പ്രത്യേകത എന്താണ്? രണ്ട് ബോഡീസ് മൂവ് ചെയ്തു, അല്ലെ ഒരു ബോഡി റെസ്റ്റിലാണ്, അതിൽ മറ്റൊരു ബോഡി വന്ന് കൊളൈഡ് ചെയ്തു. ഓക്കെ, ഇത് ബിഫോർ കൊളിഷൻ. സോ ആഫ്റ്റർ കൊളിഷൻ രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും മൂവ് ചെയ്യുക. ഫൈൻ. സോ ബിഫോർ കൊളിഷൻ ആദ്യത്തെ ബോഡിയുടെ വെലോസിറ്റി u1 ആണ്, രണ്ടാമത്തെ ബോഡിക്ക് വെലോസിറ്റി ഇല്ല, സോ u2 = 0 കൊടുത്തു. ആഫ്റ്റർ കൊളിഷൻ അവ രണ്ടും ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്, ആ വെലോസിറ്റി v ആയിട്ട് കൊടുത്തു. സിമ്പിൾ ആണ്, ഞാൻ എപ്പോഴും പറയുന്നുള്ള കാര്യമാണ്. ഇപ്പൊ ജസീൽ സാർ സിംപ്ലി റെയിൽവേ ട്രാക്കിൽ സൈക്കിൾ കൊണ്ട് നിൽക്കുകയാണ്. ഒരു വലിയൊരു ട്രെയിൻ വന്ന് ജസീൽ സാറിനെ ഇടിച്ചു പരത്തി, എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോയി. സോ ജസീൽ സാറിന്റെ ഇനീഷ്യൽ വെലോസിറ്റി u2 ആണ്, അത് 0 ആണ്, റെസ്റ്റിലാണ്. ട്രെയിനിന്റെ വെലോസിറ്റി u1 ആയിട്ട് കൊടുത്തു. രണ്ടുപേരും ഒരുമിച്ചാണ് ആഫ്റ്റർ കൊളിഷൻ മൂവ് ചെയ്യുക. സോ ആ മൂവിംഗ് വെലോസിറ്റിയാണ് v എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇനി മറക്കില്ലല്ലോ. ഓക്കെ, റൈറ്റ്. അത് ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. സോ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്താണ്? മൊമെന്റം ബിഫോർ കൊളിഷൻ ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ ആയിരിക്കും. അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, മൊമെന്റം ബിഫോർ കൊളിഷൻ എന്തിന് ഇക്വലന്റ് ആയിരിക്കും? മൊമെന്റം ആഫ്റ്റർ കൊളിഷന് ഇക്വലന്റ് ആയിരിക്കും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സെറ്റ് അല്ലേ? നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്താലോ? നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. മൊമെന്റം ബിഫോർ കൊളിഷൻ എന്തായിരിക്കും? m1 u1 പ്ലസ് m2 ഇൻറ്റു u2 എന്താണ്? 0 ആയിരിക്കും, ഈക്വൽ ടു m1 പ്ലസ് m2 ഇൻറ്റു v. ക്ലിയർ അല്ലേ? സോ m1 u1 ഈക്വൽ ടു m1 പ്ലസ് m2 ഇൻറ്റു എന്ത് കിട്ടും? v എന്ന് കിട്ടും. സംശയമില്ലാലോ? ആർക്കും സംശയമില്ലാലോ? എങ്കിൽ നമുക്ക് v ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം നോക്കണം. ഇതിന് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുത്തു. എങ്കിൽ എന്റെ മക്കളെ പറ, v ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? v ഈക്വൽ ടു m1 u1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 അല്ലേ? m1 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് കിട്ടും. ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 4. നാലാമത്തെ ഇക്വേഷൻ ആണ് നമുക്ക് v കിട്ടിയിരിക്കുന്നു കേട്ടോ. അതായത് ഫൈനലി മൂവ് ചെയ്യുന്ന വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നു. അടുത്ത കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആണ് നോക്കാൻ പോകുന്നത്. കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി. എന്താ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി പ്രകാരം? ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളിഷൻ ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളിഷൻ. അതല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളിഷൻ എന്തായിരിക്കും? ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് m1 പ്ലസ് m2 v സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ വരിക. ശരിയല്ലടാ? ഒരു സംശയമില്ലല്ലോ? നമുക്കറിയാം ഈ പറയുന്ന u2 എന്ന് പറയുന്നത് 0 ആണ്. സോ സെക്കൻഡ് ടേം കംപ്ലീറ്റ്ലി 0 ആയി പോയി. സോ ഹാഫ് m1 u1 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് m1 പ്ലസ് m2 v സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ കിട്ടുക. ഇതിന് ഇക്വേഷൻ നമ്പർ 5 ആയിട്ടും ഇതിന് 6 ആയിട്ടും ഇതിന് 7 ആയിട്ടും കൊടുത്തു. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഇനീഷ്യലി ഉള്ള കൈനറ്റിക് എനർജി, ഇതാണ് ഫൈനൽ കൈനറ്റിക് എനർജി. നമ്മളോട് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞു. സോ രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ ഗൈസ് സിംപ്ലി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡെൽറ്റ k ഈക്വൽ ടു രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യട്ടെ. സോ ഹാഫ് m1 u1 സ്ക്വയർ മൈനസ് സെക്കൻഡ് ടേം എടുക്കുവാണ്. സോ ഹാഫ് m1 പ്ലസ് m2 v സ്ക്വയർ. ഇതാണ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ നമ്പർ എത്ര ആയിട്ട് കൊടുക്കാം? 8 ആയിട്ട് കൊടുക്കാം. ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 8. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സെറ്റ് അല്ലേ? ഒരു സംശയമില്ലാലോ? ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിയുടെ വാല്യൂ എന്താണ്? വി എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. m1 u1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ആണ്. ഞാൻ അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് m1 u1 സ്ക്വയർ മൈനസ് ഹാഫ് m1 പ്ലസ് m2 ഇൻറ്റു v സ്ക്വയറിന് പകരം ഒന്ന് കൊടുക്കാം. v സ്ക്വയറിന് പകരം m1 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? v സ്ക്വയറിന് പകരം നമ്മൾ ഇത് റീപ്ലേസ് ചെയ്ത് ഇക്വേഷൻ നമ്പർ 9 സ്ക്വയർ അകത്തോട്ട് ഇടുകയാണ്. മക്കൾ ശ്രദ്ധിക്കണം. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു
ഹാഫ് m1 u1 സ്ക്വയർ മൈനസ് ഹാഫ് m1 പ്ലസ് m2 സ്ക്വയർ അകത്തോട്ടിട്ട് എന്ത് വരും m1 സ്ക്വയർ u1 സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഈ പറയുന്ന m1 പ്ലസ് m2 ഈ ഹോൾ സ്ക്വയറും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ അങ്ങനെ ക്യാൻസൽ ചെയ്ത ഇക്വേഷൻ എങ്ങനെ വരും? അപ്പൊ നമുക്ക് ഇക്വേഷൻ നമുക്ക് നോക്കാം മക്കളെ, ശ്രദ്ധിക്കണം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് m1 u1 സ്ക്വയർ മൈനസ് ഇവിടെ എന്തായിരിക്കും വരിക, ഹാഫ് m1 സ്ക്വയർ u1 സ്ക്വയർ ഹാഫ് m1 സ്ക്വയർ u1 സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആയിരിക്കും വരിക. ഇക്വേഷൻ നമ്പർ കൊടുക്കാം അല്ലെ. ഇത് നമുക്ക് 10 ആയിട്ട് കൊടുക്കാം, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 11 ആയിട്ട് കൊടുക്കാം. സെറ്റ്. ഇനി വേണമെങ്കിൽ മാത്രം ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് m1 u1 സ്ക്വയർ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പൊ 1 മൈനസ് ബാക്കി എന്തേ ഉള്ളൂ m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇക്വേഷൻ നമ്പർ എത്രയാണ്? 12. ഇത് നമ്മുടെ 12ാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അഥവാ ഇതിൽ നിന്ന് m1 u1 സ്ക്വയർ കോമൺ ആയിട്ട് ഹാഫ് m1 u1 സ്ക്വയർ പുറത്തു പോയാൽ ബാക്കി m1 ഉണ്ട്, ഡിനോമിനേറ്ററിൽ m1 പ്ലസ് m2 ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ടേം പോയി. സോ 1. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ ചുമ്മാ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്ത ചോദ്യമല്ല, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ആപ്പിലുള്ള കുട്ടികൾക്ക് അറിയാം, ആപ്പിനകത്തുള്ള PYQയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഇതെന്ന് പറയുന്നത്. അത്യാവശ്യം കടുകട്ടിയേറിയ ചോദ്യമാണ്, പക്ഷെ പഠിക്കേണ്ട ചോദ്യമാണ്, പ്രധാനപ്പെട്ടതാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഈ പറയുന്ന ടോപ്പ് ലെവൽ സീരീസിനകത്ത് ഒരേ ഒരു ചോദ്യം കൂടി. ആ ചോദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ പല കുട്ടികളും എനിക്ക് പേഴ്സണലി ഡിമാൻഡ് ചെയ്ത ക്വസ്റ്റൻ ആണ്. സാർ, ഗ്രാവിറ്റേഷനിൽ നിന്ന് ഇത്തരം ഒരു ചോദ്യം പരീക്ഷകളിൽ കാണാറുണ്ട്, ഇത് ഞങ്ങൾക്കൊന്ന് പഠിക്കണം എന്ന് പറയുന്ന നിരവധി മക്കളുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. ടൈം ടേക്കൺ ബൈ ദ സാറ്റേൺ ടു കംപ്ലീറ്റ് 1 ഓർബിറ്റ് അറൌണ്ട് ദ സൺ ഈസ് 29.5 ടൈംസ്. സാറ്റേൺ സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 29.5 ടൈംസ് ദ എർത്ത് ഇയർ. ഭൂമി വലം വയ്ക്കുന്ന സമയത്തിനേക്കാളും 29.5 ടൈംസ് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. If the distance of the earth from the sun is 1.5 into 10⁸ kilometer, what is the distance from the Saturn from the sun? എന്താ പറയുന്നത്? സാറ്റേണിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എർത്തിന്റെ ടൈം പീരീഡിന്റെ 29.5 ടൈംസ് കൂടുതലായിരിക്കും. ഭൂമിയും സണ്ണും തമ്മിലുള്ള ദൂരം അവർ നൽകിയിട്ടുണ്ട് 1.5 into 10⁸ കിലോമീറ്റർ ആണ്. എങ്കിൽ സാറ്റേണും സണ്ണും തമ്മിലുള്ള ദൂരം എത്രയാണ് എന്ന കാര്യമാണ് കണ്ടുപിടിക്കണം. നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാം. ലോ ഓഫ് പീരീഡ്സ് ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കണം. സാറ്റേണിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 29.5 ടൈംസ് എർത്തിന്റെ ടൈം പീരീഡ് ആണ്. എർത്തും സണ്ണും തമ്മിലുള്ള ദൂരത്തിന് AE എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അത് എത്രയാണ്? അത് 1.5 into 10⁸ കിലോമീറ്റർ ആണ്. ശരിയല്ലേ? 1.5 into 10⁸ കിലോമീറ്റർ ആണ്. സാറ്റേണും എർത്തും തമ്മിലുള്ള ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. AS ആണ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? നമുക്കറിയാം ലോ ഓഫ് പീരീഡ്സ് ഓറിയന്റഡ് ഇക്വേഷൻ T² ഈസ് പ്രൊപ്പോർഷണൽ ടു A³. A എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസ്, ഫൈൻ. T എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്. അതിന് നമുക്ക് രണ്ട് കാറ്റഗറി ആക്കി മാറ്റാൻ നോക്കണം. TE² ഈസ് പ്രൊപ്പോർഷണൽ ടു AE³ എന്നും TS² ഈസ് പ്രൊപ്പോർഷണൽ ടു AS³ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതിയാലോ? നമുക്ക് മാറ്റി എഴുതാം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ടും ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും കൊടുത്തു. നമുക്ക് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താലോ? രണ്ട് ഇക്വേഷൻ കൂടി ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി പോവേ. സോ TE ഡിവൈഡഡ് ബൈ TS ഹോൾ സ്ക്വയർ ഈക്വൽ ടു AE ഡിവൈഡഡ് ബൈ AS ഹോൾ ക്യൂബ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈ പറയുന്ന ക്യൂബിനെയും സ്ക്വയറിനെയൊക്കെ ഹോൾ ആക്കി. ഇവിടെ AE³ ഉണ്ട്, AS³ ഉണ്ട്, അതിന് ഞാൻ ഹോൾ ക്യൂബ് ആയിട്ട് കൊടുത്തു. സിമിലർ വേ TE² ഉണ്ട്, TS² ഞാൻ ഹോൾ സ്ക്വയർ ആയിട്ട് കൊടുത്തു. വേറെ ഒരു മാറ്റവും ഇല്ല കേട്ടോ. സെറ്റ്. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. TE ഡിവൈഡ് ബൈ TS എന്ന് പറഞ്ഞാൽ 29.5 ടൈംസ് ഓഫ് TE അല്ലേ? അറിയാം, എല്ലാവർക്കും അറിയാലോ. TS എന്ന് പറഞ്ഞാൽ 29.5 ടൈംസ് ഓഫ് TE ആണ്. ഞാനിത് റീപ്ലേസ് ചെയ്തു, ഒരു ഹോൾ സ്ക്വയർ ഇട്ടു. ഈക്വൽ ടു AEയുടെ വാല്യൂ നമുക്ക് ചോദ്യത്തിൽ നൽകിയിട്ട് 1.5 into 10⁸. സോ 1.5 into 10⁸ ഡിവൈഡഡ് ബൈ AS ഹോൾ ക്യൂബ്. നമുക്ക് AS ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് സൈഡ് ഞാൻ ക്യൂബിക് റൂട്ട് എടുക്കുകയാണ്. അതിനു മുമ്പ് കോമൺ ടേം ആയ TEയും TEയും ക്യാൻസൽ ചെയ്ത് എന്നിട്ട് ക്യൂബിക് റൂട്ട് എടുക്കാം. സോ എന്ത് കിട്ടും? ക്യൂബിക് റൂട്ട് എടുക്കുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 29.5 ഹോൾ പവർ ഓഫ് 2/3 ഈക്വൽ ടു, ഈ സൈഡ് ക്യൂബിക് റൂട്ട് എടുക്കുമ്പോൾ ക്യൂബ് പോകും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1.5 into 10⁸ ഡിവൈഡഡ് ബൈ AS എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 1.5 into 10⁸ AS. സോ ക്യൂബിക് റൂട്ട് എടുക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ക്യൂബ് നഷ്ടപ്പെട്ടു പോകും. സോ ബാക്കിയുള്ള ടേംസ് ഞാൻ എഴുതുകയാണ്. 1നെ പവർ ഓഫ് 2/3 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സോ 1 ഡിവൈഡഡ് ബൈ 29.5
ഹോൾ പവർ ഓഫ് 2/3 ഈക്വൽ ടു നോക്കടാ ഈ സൈഡ് എന്ത് വരും 1.5 into 10⁸ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും as എന്ന് കിട്ടും. Therefore as equal to 1.5 into 10⁸ into 29.5 whole power of 2/3. ഇത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ASന്റെ വാല്യൂ കിട്ടും ഇൻ ടേംസ് ഓഫ് കിലോമീറ്ററിലായിരിക്കും കിട്ടുക. എനിക്ക് തോന്നുന്നു 14.31 സംതിങ് ആണ്. ഞാൻ ജസ്റ്റ് റഫായിട്ട് എഴുതുന്നത് എങ്കിൽ പോലും നിങ്ങൾ ചെയ്യുക 14.31 into 10⁸ സംതിങ് കിലോമീറ്റർ ആണ്. 10⁸8 ആണോ മറ്റേ 10⁸8 അല്ലേ? ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേട്ടോ. ഫൈൻ, ഇതാണെന്ന് എനിക്ക് ഉറപ്പില്ല എങ്കിലും നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, പക്ഷെ അതിന്റെ ഉത്തരം സൂപ്പർ 60 ഉണ്ടാവുക. നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസിലെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഓറിയന്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അതിന്റെ ഉത്തരം നമ്മൾ സൂപ്പർ 60 നിങ്ങൾക്ക് പറഞ്ഞു തരാം. നോ വറീസ്. സോ ഈ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻ സീരീസ് രണ്ടും കണ്ടൊരു കുട്ടിയാണെങ്കിൽ പിന്നെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിനെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്ത് മേജർ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മേജർ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് വീഡിയോസും കണ്ട കുട്ടിയാണെങ്കിൽ ഉറപ്പായും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോന്റെ ഫീഡ്ബാക്കും എന്തായാലും കമന്റ് ചെയ്യുക. സൂപ്പർ 60 മറക്കരുത്, ബൂസ്റ്റർ ഡോസ് മറക്കരുത്. രണ്ടും അടിപൊളിയായിട്ട് പഠിക്കാം. ഫിസിക്സ് എക്സാം നമുക്ക് തകർക്കാം. സോ വീണ്ടും ഒരു കാര്യം പലതവണ ഞാൻ ആവർത്തിക്കുന്നു, ഈ ചോദ്യങ്ങൾ വരണമെന്ന് നിർബന്ധമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ ഈ ചോദ്യങ്ങൾ ഉണ്ടാവത്തുള്ളൂ. നോ വറീസ്, ചില്ലായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ പ്രതീക്ഷിച്ച പോലെ എളുപ്പമുള്ള ചോദ്യ പേപ്പർ തന്നെയായിരിക്കും. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. നോ വറീസ്, ഹാപ്പി. സോ ഗൈസ്, കാണാടാ നമുക്ക്.